മമ്മൂക്ക് ഉണ്ടാവോ പടത്തില്? ഇല്ലെന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത്. സർപ്രൈസ് റോൾ ഇല്ലെന്നാണ് എന്നോട് രമേശ് പിഷാരടി പറഞ്ഞത്. അല്ല, അതിനകത്തൊരു തിരിഞ്ഞു നിൽക്കുന്ന ഒരു റോൾ ഉണ്ടല്ലോ, അത് ആരായിരിക്കും പ്രതീക്ഷ? എന്റെ ഫോട്ടോകൾ വന്നിട്ട് ഞങ്ങള് ഞെട്ടോ ഈ പടം കാണുന്നത്. ആരാന്നറിയില്ല, ഏതൊരാളുണ്ട്, അതാര് പറഞ്ഞു, ആരാണ് ആളറിയില്ല. ഫാസ്റ്റിലോ അതാണ് സംശയമുണ്ടിരിക്കുക. അറിയത്തില്ല. അതിന് ഓൾ ഇന്ത്യ മാർക്കറ്റ്, പാൻ ഇന്ത്യ മാർക്കറ്റ് ഉണ്ടല്ലോ. അതെ, അല്ലെങ്കിൽ പ്രണവാണോ? പ്രണവൊന്നും കൊണ്ടല്ല, പ്രണവ മാർക്കറ്റില്ല. ഈ പ്രണവ് പോലെ പറയുന്ന ആള് ചെറുപ്പത്തിൽ നല്ല നടനായിരുന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. പവിത്രത്തിലുള്ള പുള്ളിയുടെ ക്ലൈമാക്സ് കണ്ടിട്ട് മോഹൻലാൽ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അതേ അയാൾ ഊട്ടിൽ പോയി പഠിച്ച അയാൾ അതിൽ DVT പോയി. അല്ലെങ്കിൽ നല്ല നടനാണ്, ഇനി പ്രതീക്ഷിക്കണ്ട, വലിയ താല്പര്യമില്ല. പക്ഷെ പുള്ളി ആ ജീവിതം എൻജോയ് ചെയ്യുന്നു, പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യം പുള്ളി ചെയ്യുന്നു. അന്ന് ഇയാൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ഇന്ദ്രജിത്ത് നല്ല നടനാണ്, പൃഥ്വിരാജിനെ പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിനെക്കാട്ടും നല്ല സ്വഭാവ നടന്മാരായിട്ട് ഇപ്പൊ സിദ്ദിഖ് ആസ് എ വ്യക്തി വളരെ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല നടനാണ്, നല്ല നടനാണ്. ഇന്ദ്രജിത്ത് നല്ല നടനാണ്. ഈ സ്വഭാവ നടന്മാർക്കാണ് ഏറ്റവും നല്ല റൂൾസ് കിട്ടുന്നത്. ഇത് കൊണ്ടുപോകുന്നത് പുള്ളിയുടെ ക്യാരക്ടറാണല്ലോ, ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം ചെയ്താന്റെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയണം. ചെയ്താന്റെ പെർമിഷൻ വാങ്ങിച്ച് എനിക്ക് പറയണം. ശരിക്കും അങ്ങനെയൊക്കെ പറയാം. ലൂസിഫറിൽ അങ്ങനെ ചെയ്യുന്ന പറയണം. ചെയ്താന്റെ പെർമിഷൻ വാങ്ങിച്ചാൽ അതാണ് ചെയ്താനെ കാണിക്കുന്നത്, ഒരു വട്ടനായിട്ട് ചെയ്താനെ കാണിക്കുന്നത്. ചെയ്താനെ ഒരു സിനിമയിൽ വിളിക്കുന്നുണ്ട്, പല ആൾക്കാർ വിളിക്കുന്നുണ്ട്, പുള്ളി പോകാത്തതാണ്. അല്ല, ചെറുത്ത നല്ലൊരു ആക്ടറാണ്. നല്ല ആക്ടറാണ്. ഞാൻ ഇത് കണ്ടു, നിങ്ങളുടെ ഒരു ഇത് കണ്ടു, പല എന്താണ് പഠിപ്പിച്ച മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റ ആക്ടിങ് ആണ് പുള്ളിക്ക്. ശരിക്കും പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആണ്. ഈ പണ്ട് ഡയറക്ടറിനെ ജോൺ അബ്രഹാം ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ആ ലൈനിൽ പുള്ളി പോകുന്നുണ്ട്. സർക്കാസ്റ്റിക് ഭയങ്കര അല്ല, പുള്ളിക്ക് ഒരു ക്രിയേറ്റീവ് ആണ്. പക്ഷെ പറയുന്ന ഐഡിയാസ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യില്ല. ഇന്ന് പറയും, നാളെ വേറെ ഒന്ന് പറയും, ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യില്ല. പുള്ളിയെ വെച്ച് എവിടെ ചെന്നാൽ ആൾക്കാർ പറയും ആ ഒരു വട്ടത്തറം ഉണ്ട്. വട്ടമാണ് പ്രാന്തല്ല, വട്ടത്തറം. പുള്ളി മോഹൻലാലിന്റെ വലിയ ഫാനായിരുന്നു, അറിയോ? പഴയ മോഹൻലാലിന്റെ വലിയ ഫാനായിരുന്നു പുള്ളി. സ്ഫടികം പോലും പുള്ളി ചെയ്താൻ പേരെടുത്ത ഇതിൽ നിന്നാണ്. പുള്ളിയുടെ DP പോലും ഇതായിരുന്നു ചെയ്താൻ. പഴയ മോഹൻലാലിന് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് എന്തോ ഒരു ടോക്ക്, എന്തോ എന്താണ് JNUയുടെ എന്തോ കാര്യത്തിൽ മോഹൻലാലിന് എന്തോ പറഞ്ഞപ്പോഴാണ് ഫാൻസിയറെ ആക്രമിച്ചത്. അതോടെയാണ് പുള്ളി പ്രശ്നമായത്. അല്ല, പുള്ളി മോഹൻലാലിന്റെ വലിയ ഫാനായിരുന്നു. ഏറ്റവും വലിയ വിരോധിയാണല്ലോ ലാലേട്ടന്റെ. എനിക്ക് ആസ് ആൻ ആക്ടർ പുള്ളി വളരെ ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ആസ് ആൻ പ്രൊഫഷണലി പുള്ളി ഉയർന്നാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി തന്നെ കുറച്ച് നല്ല ലൈഫ് ലീഡ് ചെയ്യുന്നു, അച്ചടക്കമുള്ള ജീവിതം. ഇപ്പൊ അച്ചടക്കമുണ്ട്. എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് വിരോധം തോന്നാൻ കാരണം ഞാൻ പുള്ളിയായിട്ട് എനിക്ക് ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ചെയ്താണ് പുള്ളിയെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ റിവ്യൂ എടുക്കുമ്പോൾ അതൊന്നും കാണിക്കാറില്ല. ഇപ്പൊ അമൽനീരയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ബൊഗൈൻവില്ലേക്ക് ഭീഷ്മയ്ക്കെല്ലാം പോസിറ്റീവ് കൊടുത്തത്. നല്ല പടമാണ്. പടം നല്ല പറയും. അത് ആദ്യം നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് ഇത്ര അടിയിൽ കൊണ്ടുവരുന്നത്. പോലീസ് വയ്ക്കുകയാണ്, നിങ്ങൾക്ക് ഈ എന്തെങ്കിലും കാശ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് എല്ലാ സിനിമാക്കാരുടെ കാശ് ചെയ്യാൻ വയ്യ, പോലീസുകാർ പറയാം. ഇപ്പൊ എമ്പുരാന്റെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു റിവ്യൂ തിയേറ്റർ പോകാൻ പറ്റില്ല. തിയേറ്റർ പോയി അടി ഉറപ്പാണ്. എന്തെങ്കിലും പേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ ആറാട്ടുകയെന്ന് പറഞ്ഞ പോലെ എമ്പുരാനിൽ എന്താണ് പറയാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു വെറൈറ്റി ഞാൻ പേരിടാൻ നോക്കി, സ്ട്രൈക്ക് ആവണില്ല. ഞാൻ അത് ഇതിലിട്ടും ബാഡ് ബോയ്സ് ഇട്ടാണ് തിമിർത്താടുക, അല്ലാതെ വൈറലാവണില്ല. അതൊരു സുഖമില്ല. നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്ലാനിങ് നടക്കില്ല. ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ നടക്കില്ല. അല്ല, എന്തായാലും ഈ എമ്പുരാന്റെ റിവ്യൂ ആറാട്ടണ്ണനെ പോക്കിന്റെ റിവ്യൂ എല്ലാവരും നോക്കുന്നത്. ഇല്ലില്ല, ആറാട്ടണ്ണന്റെ റിവ്യൂ, എമ്പുരാന്റെ റിവ്യൂ ആറാട്ടണ്ണന്റെ റിവ്യൂ കഴിഞ്ഞിട്ടുള്ളൂ. ആറാട്ടണ്ണന്റെ റിവ്യൂ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഏതൊരാളുടെ റിവ്യൂ ജിയോടിരുന്നാ മതിയോ? തിയേറ്റർ ജിയോടേക്കില്ല. എന്തായാലും തിയേറ്ററിൽ കാണില്ലേ? ഫസ്റ്റ് ഷോ കാണില്ലേ? എവിടെ ചെന്നാലും അടി ഉറപ്പാണ്. അങ്ങനെ അടിക്കണേ. ഇപ്പൊ മൾട്ടിപ്ലക്സിൽ പോയി കുഴപ്പമില്ല, PVR പോയി കാണും. അങ്ങനെ പറയല്ലേ, അവിടെ ഈ ലാലേട്ടൻ 2 ഫാൻസാണ്, നരസിംഹന് മുമ്പ് നരസിംഹന് ശേഷവും. ഞാൻ പഴയ ഫാനാണ്, 80s 90s വളരെ ഫാൻ. നരസിംഹന് ശേഷമുള്ള ഫാൻസാണ് പ്രശ്നക്കാർ. ടോക്സിക് ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര ടോക്സിക് ഫാൻസാണ് നരസിംഹന് ശേഷം. ശരിക്കും നരസിംഹൻ സിനിമയാണ് മോഹൻലാലിന്റെ കരിയർ മാറ്റി. ഇനിയിപ്പോ മാർക്കോ ഫാൻസ് ആണ് അല്ലേ? അത് കഴിഞ്ഞു. നരസിംഹ ഫാൻസ് ഇനി മാർക്കോ വയലൻസ് ഫാൻസ് ആണ്. മോഹൻലാലിന്റെ ഇനി ഒരുപാട് നല്ല സിനിമകളുണ്ട്. പക്ഷെ മമ്മൂട്ടിയാണ് ഇപ്പൊ ഏറ്റവും ഇപ്പൊ മലയാള സിനിമ അറിയപ്പെടുന്നത് മമ്മൂട്ടിയിലൂടെയും ഫഹദ് ഫാസിലൂടെയാണ്.
അതെ വേറെ ഇവരാണ് ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. മോഹൻലാലും എവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എല്ലാ ടൈം വോയിസ് മാസിലാണ് ചെയ്യുന്നത്. പുള്ളി അഭിനയിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല. അല്ല ഇപ്പൊ എമ്പുരാനാണ് മറ്റുള്ള ഭാഷകളിൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മോഹൻലാലിനെ വന്നിട്ടുള്ളൂ. ദൃശ്യം പുള്ളിയുടെ അഭിനയം കൊണ്ടല്ല, അതൊക്കെ അജയ് ദേവഗന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ചൈനയിലേക്ക് അജയ് ദേവഗന്റെ പടമായിട്ടാണ് അവിടെ അറിയപ്പെടുന്നത്, മോഹൻലാലിന്റെ പടമായിട്ടല്ല. അതില് കമലഹാസനെക്കാട്ടും അഭിനയിച്ചത് മോഹൻലാലാണ്. പക്ഷെ ആ പടം സ്ക്രിപ്റ്റ് കൊണ്ടാണ് വെയിറ്റ് ആയത്, അഭിനയം കൊണ്ടല്ല. ഉഗ്രൻ സ്ക്രിപ്റ്റ് അല്ല, അഭിനയം ഉണ്ട്. ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കമലഹാസന്റെ അഭിനയം ഇതിൽ നോക്കിയപ്പോ ഞാൻ പറ്റേ മോഹൻലാൽ കമലഹാസന്റെ ഏറ്റവും ഫേവറായിട്ട് മോഹൻലാലാണ്. രാംഗോപാൽ പറഞ്ഞത് ദൃശ്യം നമ്മള് ഏത് ഒരു ഭാഷയിലെടുത്ത് നോക്കിയാലും ദൃശ്യം മമ്മൂട്ടി കെട്ടിയ പടമാണ്. ഈ ദൃശ്യം മമ്മൂട്ടി കെട്ടിയാണ്, രാജാവിന്റെ ബൊമ്മ മമ്മൂട്ടി കെട്ടിയാണ്, പിന്നെ ഏതാണ് കമ്പനി മമ്മൂട്ടി കിട്ടിയതാണ്, ദേവാസുര മമ്മൂട്ടി കിട്ടിയ, മൺചിത്തായ മമ്മൂട്ടി കിട്ടിയ, നിർണയം മമ്മൂട്ടി കിട്ടിയതാണ്. ഇതെല്ലാം മമ്മൂട്ടി അതിന്റെ പടമാണ്. പിന്നെ ഏതാണ് എല്ലാം പൃഥ്വിരാജിന്റെ അടുത്ത് മമ്മൂട്ടിയായിട്ട് ചെയ്യുള്ളൂ. നോക്കിക്കോ, ഈ പൃഥ്വിരാജ് മോഹൻലാൽ ചെയ്യാൻ കാരണം പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ പുള്ളി എന്തുകൊണ്ട്, നിങ്ങൾ പറഞ്ഞ പോയിന്റ് കേട്ടോ, നിങ്ങൾ എന്തുകൊണ്ട് പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസ് കൊണ്ടുവരുന്നില്ല? പുള്ളി റിസ്ക് എടുക്കുന്നില്ല, ചെലവുണ്ടാവില്ല, അയക്കാൻ കോൺഫിഡൻസ് ഇല്ല. ഇത് വലിയ ബിഗ് ബഡ്ജറ്റ് തന്നെയാണ്, പുള്ളി എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മനസ്സിലാവണില്ല. അത് പറഞ്ഞ കറക്റ്റ് ഒരു പോയിന്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ മാത്രം പൈസ ഇറക്കണ്ട, 10 കോടി രൂപയൊക്കെ മതി ഡിസ്ട്രിബ്യൂഷൻ ഇറക്കാൻ കേരളത്തിൽ. 50 കോടി ഇട്ടില്ലേ കേരളത്തിൽ? 50 കോടി ഇട്ടത്തില്ലേ? 40 കോടി ലാഭമാണ് അവിടെ നോക്കുകയാണെന്നുണ്ട്. എമ്പുരാൻ ലാർജ് സ്കെയിൽ ഫിലിമാണ്, മലയാള സിനിമയ്ക്ക് ഇമാജിൻ പറ്റാത്ത ഫിലിമാണ്. ഒരുപാട് ഫോറിൻ കൺട്രീസിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് 50 കോടി എമ്പുരാൻ നേടുന്നത്. ഫിലിമേക്ക് മലയാളികൾ തന്നെ സിനിമ ഫ്ലോപ്പ് ആക്കാൻ നോക്കുക. ഇനി ഇപ്പൊ ഈ മനക്കാരിറങ്ങിയപ്പോ പ്ലാൻ ഡിഗ്രേഡിങ് ഉണ്ടായിരുന്നു. ഞാൻ പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയ തിയേറ്ററിൽ ആരുമില്ല. പ്ലാൻ ഡിഗ്രേഡിങ്, ഓഡിയന് പ്ലാൻ ഡിഗ്രേഡിങ് ഉണ്ടായിരുന്നല്ലോ. പടം ഓഡിയന് പറ്റിയ പ്രശ്നം പറഞ്ഞാൽ അയാളുടെ പടം മാസാണ് പറഞ്ഞു, പക്ഷെ പടം ഇറങ്ങിയപ്പോൾ ക്ലാസ് ആയി. ജോണിന്റെ കൂടെ എനിക്ക് മനസ്സിലായില്ല. അല്ല, മോഹൻലാൽ അഭിനയിക്കറിയാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഇപ്പൊ ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്ത് എഫക്ട് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര മണ്ടത്തരായി പോയി. അല്ല, പല്ലൊക്കെ ഭയങ്കര ഒരു വേറെ രീതിയിലായി പോയി. പ്രായമൊന്നുമല്ല ഇപ്പൊ മമ്മൂക്കി, എന്താ പുള്ളിക്ക് ചുറ്റുമുള്ള ഗ്യാങ്. ഇപ്പൊ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ബേസിക്ക് നല്ലവണ്ണാണ്, ചുറ്റുമുള്ള ആൾക്കാരെ നശിപ്പിക്കണം, പുള്ളിയുടെ കൂട്ടുകാര് എല്ലാം അങ്ങനത്തെ ആൾക്കാരാണ്. മമ്മൂട്ടിയുടെ പല മോഹൻലാലിന്റെ കൂട്ടുകാർ MG ശ്രീകുമാർ അല്ലെങ്കിൽ ഗണേഷ് കുമാർ മമ്മൂട്ടി അടുപ്പിക്കില്ല, അനമ്പനെ മമ്മൂട്ടി അടുപ്പിക്കില്ല. ഇയാളെ കൂട്ടുകാരെ ഇയാളെ നശിപ്പിക്കണം. മമ്മൂട്ടി ഇപ്പോഴും മമ്മൂട്ടിയാണ് സ്ക്രിപ്റ്റ് കേൾക്കണം. അയാളാണ് ഏത് ഡയറക്ടറിനും എല്ലായിടത്തും എത്താം, അയാളാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ജോർജിനെ നിൽക്കേണ്ട ആൾ നിർത്തും. ഇവിടെ ആന്റണിയാണ് എല്ലാം ചെയ്യുന്നത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മോഹൻലാൽ കഥ കേൾക്കുകയും മോഹൻലാൽ സിനിമയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾ സിനിമ ഇനിയും ചെയ്യാൻ പറ്റും. ഇനി വരുന്ന തുടരും നല്ല പടം. ഒരുപാട് ബുക്കുകൾ കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ പുള്ളി ഈ വിമർശനങ്ങളോട് പുള്ളി പ്രശ്നമാണ്, പുള്ളി തിരിച്ചു വരും അല്ലേ. ഇങ്ങനെ പലപ്പോഴും ഇയാൾ പറഞ്ഞ പലപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 86 മോഹൻലാൽ സൂപ്പർ സ്റ്റാർ സമയത്ത് മമ്മൂട്ടിക്ക് 9 ഫ്ലോപ്പ് വന്ന് മമ്മൂട്ടി ഓൾമോസ്റ്റ് ഔട്ട് ആയിരുന്നതാണ്, ഫിലിം ടെസ്റ്റിൽ ഔട്ട് ആയിരുന്നതാണ്. എന്നിട്ട് ആ ന്യൂഡൽഹി ഹിറ്റായിട്ട് പുള്ളി വന്നത്. പട്ടം പുള്ളി ഭാര്യയും 2 മക്കളും പുള്ളി എന്ത് ചെയ്യുന്നു അറിയാതെ തിലകനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല, കുത്തുവാട് സമയത്ത്. അപ്പോഴാണ് ന്യൂഡൽഹി ഹിറ്റായത്. ആ സമയത്ത് മമ്മൂട്ടി ഫ്ലോപ്പ് വന്നതാണ്. മോഹൻലാലിന് ഇപ്പൊ നരസിംഹന് ശേഷം 13 ഫ്ലോപ്പ് വന്നതാണ്. അതിന് പുള്ളി തിരിച്ചു വന്നു, ഉദയനാഥ് നരൻ അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഏതാണ് ന്യൂ ജനറേഷൻ വന്നപ്പോൾ കുറെ ഫ്ലോപ്പായി. കുറെ പടം പൊളിഞ്ഞു. ന്യൂ ജനറേഷൻ വന്നപ്പോൾ പുള്ളിയുടെ പൊളിഞ്ഞു, അതിന് പുള്ളി തിരിച്ചു വന്നു. ജനതാ ഗാരേജ്, പുലിമുരുകൻ, ഒപ്പം, അതേപോലെ ഇപ്പൊ തിരിച്ചു വരുവാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഭീഷ്മ ഇറങ്ങുന്ന വരെ മമ്മൂട്ടിയുടെ എന്തെങ്കിലും എത്ര ഫിലിമോ പൊളിഞ്ഞത്? 2012 മൂവി ഉണ്ടല്ലോ, August 15 മുതൽ എത്ര 10-40 ഫ്ലോപ്പ് വന്നതാണ്. അന്ന് മമ്മൂട്ടി ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞില്ല. എത്ര പടം 10 ആരും ഫീൽഡ് ഔട്ടേ പറഞ്ഞില്ല. മോഹൻലാലിന്റെ 1-2 പടം ഫ്ലോപ്പ് ആയിരിക്കും ഫീൽഡ് ഔട്ട് ആണ്. വേറെ കുറെ കാര്യങ്ങളുണ്ട് പറഞ്ഞതിന് പ്രശ്നമോ. മമ്മൂട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആക്ടേഴ്സ് ഉണ്ട്, അവന്റെ പുള്ളി പിടിച്ചേക്കണം. പക്ഷേ ഇപ്പൊ പുള്ളി ചെയ്യുന്ന ഉഗ്രൻ റോൾസാണ്, നല്ല സ്ക്രിപ്റ്റാണ് ചൂസ് ചെയ്യുന്നത്, നല്ല സെലക്റ്റീവ്. ആ ഒരു സെലക്ടിവിറ്റി മോഹൻലാൽ കാണിക്കണം. ഇവൻ ഫാദർ ഈ കരിയറിൽ ഈ ടൈമിൽ തന്നെ വളരെ സെലക്റ്റീവാണ്. ആ സെലക്ടിവിറ്റി മോഹൻലാൽ കാണിച്ചിട്ടില്ല. കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുക, ഒരു പ്രൊഫഷണലിസം കാണിച്ചിട്ടില്ല.
അമീർ ഖാൻ പറഞ്ഞത് അയാളുടെ ഭാര്യയുടെ വരുമാണെങ്കിൽ പോലും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ ജയിലിൽ പറയും. ആ ഒരു അപ്രോച്ച് മോഹൻലാൽ കാണിച്ചിട്ടില്ല. കൂട്ടുകാർക്കായിട്ടുള്ള ഒരുപാട് ഈവൻ ഈ ലാലിസ്റ്റമണ സംഭവം ഇല്ലേ, അത് ക്ലിയർസ് വേണ്ടി ചെയ്ത പരിപാടിയാണ്. അവർക്കറിയില്ല ഇയാൾ കൂട്ടുകാർക്കായിട്ട് എന്തൊക്കെ ചെയ്തു. ഈ കൂട്ടുകാർക്ക് ഒരു ആത്മഹത്യയില്ലേ, സുരേഷ് കുമാറിൻ്റെ ഒരു ഹോട്ടലിലായിരുന്നു ദുബായിലാണ്. അത് ആ നഷ്ടത്തിൽ അയാൾ ജയിലിൽ പോകുന്ന അവസ്ഥ നമ്മൾ മോഡലെടുത്തത്. പക്ഷേ ഇയാൾ ഈ കൂട്ടുകാരാണെങ്കിൽ ആത്മഹത്യ ഇയാൾക്ക് ഇവർക്കില്ല. അയാളല്ല, ഞങ്ങളുടെ ക്ലോസ് കൂട്ടുകാരുണ്ട്. ഇത് ചില കാര്യമുണ്ട്. ചില സ്ഥലത്തൊന്നും പുള്ളി പോകേണ്ട സ്ഥലത്ത് പോയിട്ടില്ല. ഇപ്പോൾ ഈ PKR പിള്ളേ ആളുണ്ടായിരുന്നു, ചിത്രങ്ങൾ പിടിവിച്ചതാണ്. അയാളെ കാണാൻ പോയില്ല. പിന്നെ മാധവൻ DP മാധവൻ്റെ ഒരു ആക്ടർ ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു മോളെ കാണണമെന്ന്. അതൊന്നും പുള്ളി കണ്ടിട്ടില്ല. പണ്ടല്ല ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്ന ആളായിരുന്നു. എന്നോട് ക്യാപ്റ്റൻ രാജ് മരിക്കണമെന്ന് എന്നോട് പറഞ്ഞാണ് ലാൽ മാറിപ്പോയെന്ന് പറഞ്ഞു. പഴയ ലാലല്ല ഓർ. പണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്ന ആളായിരുന്നു. ഒരുപാട് പേര് പറ്റിച്ചിട്ടും ഉണ്ട്. ഇപ്പം ആന്റണിയാണ് പുള്ളിയെ മാറ്റിയത്. ആന്റണിയാണ് മോഹൻലാലിനെ മാറ്റിയത്. അതുകൊണ്ട് സാമ്പത്തികം കിട്ടി. പക്ഷേ ആൻസർ നാട്ടിൽ ഒരുപാട് സിനിമകൾ പോയി. അങ്ങനെയല്ല, ആന്റണി പെരുമാൾ ബിസിനസ്സിലും മോഹൻലാൽ സിനിമയും ശ്രദ്ധിക്കുക. നല്ല കോമ്പിനേഷനാണ്. ആന്റണി പെരുമാൾ ബിസിനസ് ശ്രദ്ധിക്കുക, മോഹൻലാൽ ബിസിനസ്സേ അറിയില്ല. പുള്ളി ബിസിനസ് ശ്രദ്ധിക്കുക, മോഹൻലാൽ സിനിമ ശ്രദ്ധിച്ചാൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് തിരിയാണ്. ഇയാൾ ബിസിനസ്സിലും അയാൾ സിനിമയിൽ ശ്രദ്ധിക്കുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നേരെ തിരിയാണ്. അങ്ങനെ നല്ല കോമ്പിനേഷൻ വന്ന നല്ല കോമ്പിനേഷനാണ്. എന്തായാലും എമ്പുരാൻ വലിയ ഹിറ്റാവണം ആഗ്രഹിക്കുന്നു. താരമാണ് ഇപ്പൊ, നടന്നല്ല. ലാലേട്ടൻ ശക്തമായി തിരിച്ചു വരവ് നടത്തട്ടെ. ഈ വർഷം ലാലേട്ടന്റെ ആവട്ടെ. ഈ വർഷം ഇനിയുള്ള ലാൽ യുഗമാണ്. എനിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ല, അടി ഉറപ്പാണ്. ഫാൻസ് ഞാൻ പറഞ്ഞില്ല, നരസിംഹന് ശേഷമുള്ള ടോക്സിക് ഫാൻസാണ്. അമാരോട് മോഹൻലാലിന്റെ പഴയ സൂര്യഗായത്രിയോ ഉള്ളടക്കോ ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല. അറിയോ, ഇയാളുടെ എത്ര ബെസ്റ്റ് ചതയം അല്ലെങ്കിൽ ഉള്ളടക്കം അല്ലെങ്കിൽ സൂര്യഗായത്രി, രാജശില്പി, തന്മാത്രയൊക്കെ വീണ്ടും കാണാൻ പറ്റില്ലല്ലോ. തന്മാത്ര കാണാൻ പറ്റും. രാജശില്പി, അയാളുടെ അന്നത്തെ കിരീടം, ഭരതം, എത്ര പടങ്ങൾ അയാൾ ചെയ്തിരിക്കണം. ഒരു കാലത്ത് അയാളുടെ എല്ലാ പടവും നല്ലതായിരുന്നു. എത്രയോ നല്ല പടം ചെയ്തിരുന്നു. എന്തായാലും ലാലേട്ടൻ ശക്തമായി തിരിച്ചു നടത്തട്ടെ. ബ്ലസ്സി മോഹൻലാൽ നല്ല കോമ്പിനേഷനാണ്. ഈ പ്രണയം മൂവി ഇവർ പ്രൊമോട്ട് ചെയ്തില്ല. വില്ലൻ മൂവി നല്ല ആക്ടിങ് ആണ്, പ്രൊമോട്ട് ചെയ്തില്ല ഫാൻസ്. പക്ഷെ മമ്മൂട്ടി ഫാൻസ് അങ്ങനെയല്ല, അവരെല്ലാ തരത്തിലും പടം പ്രൊമോട്ട് ചെയ്യും. അവർ ടോക്സിക് അല്ല. ഞാനിപ്പോൾ അന്ന് ആറാട്ടാണ് വൈറലായപ്പോൾ ഈ ഭീഷ്മ കാണാൻ തിയേറ്ററിൽ കയറിയപ്പോൾ മമ്മൂട്ടി ഫാൻസ് ഒന്നും ഇല്ല, അവർ ആറാടിക്കുകയെന്ന് പറഞ്ഞു. അവർ ടോക്സിക് അല്ല. ഇല്ല, മോഹൻലാലിൻ്റെ നരസിംഹ ഫാൻസ് ഭയങ്കര ടോക്സിക്കാണ്. ഇടിക്കുക ഭയങ്കര പ്രശ്നമാണ്. എന്തായാവട്ടെ, പടം നന്നായി വരട്ടെ, വലിയ വിജയം മാറട്ടെ, ലാലിട്ട് ശക്തമായി തിരിച്ചു വരട്ടെ, ലാൽ യുഗം തുടങ്ങട്ടെ, പഴയ ലാലിന് കിട്ടട്ടെ. ഓക്കെ.